ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊരട്ടല ശിവ സംവിധാനം ചെയ്ത് ജൂനിയർ എൻടിആർ ഡബിൾ റോളിലെത്തിയ തെലുങ്ക് സിനിമയായ ദേവരയുടെ വിശദമായ ഓപ്പണിംഗ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ലോകമെമ്പാടുമായി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് തെലുങ്കിൽ പോസിറ്റീവ് അഭിപ്രായമാണ് ലഭ്യമായത്. മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത കേരളത്തിൽ ഈ ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരുന്നത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ്. 150ഓളം സ്ക്രീനുകളിലായി പ്രദർശനത്തിനെത്തിയ ഈ സിനിമ ഇന്നലെ കേരള ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുത്തത് 52 ലക്ഷം രൂപയായിരുന്നു. വേൾഡ് വൈഡ് പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ആദ്യ ദിവസം 80 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ ദിവസം നേടിയെടുത്തത് 89 കോടി രൂപയാണ്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഓവർസീസ് കളക്ഷൻ 46 കോടി രൂപയുമാണ്. അങ്ങനെ 135 കോടി രൂപയാണ് ദേവര എന്ന ഈ എൻടിആർ ചിത്രം ആദ്യ ദിവസം ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. മലയാളത്തിൽ നിന്നും അന്യഭാഷയിൽ നിന്നുമായി ഒട്ടനവധി സിനിമകൾ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിച്ചേർന്നുവെങ്കിലും ടോവിനോ തോമസ് നായകനെ ഇതില്ലാൽ സംവിധാനം ചെയ്ത ARM എന്ന സിനിമയുടെ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടില്ല. സെപ്റ്റംബർ 12 ഓണം റിലീസായി തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന ഈ സിനിമ 15-ാം ദിവസമായ വ്യാഴാഴ്ച കേരള കളക്ഷനായി നേടിയെടുത്തത് 1 കോടി 1 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ 16-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരള കളക്ഷനായി ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് 1 കോടി 9 ലക്ഷം രൂപയാണ്. നിലവിൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 45 കോടിക്ക് മുകളിൽ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 79 കോടിയോളമാണ്. ഓണം റിലീസായി സെപ്റ്റംബർ 12 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി എന്നിവർ അഭിനയിച്ച ഈ സിനിമ 15-ാം ദിവസമായ വ്യാഴാഴ്ച കേരള കളക്ഷനായി നേടിയെടുത്തത് 84 ലക്ഷം രൂപയായിരുന്നു. അതേസമയം 16-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 89 ലക്ഷം രൂപയാണ്. നിലവിൽ കേരള കളക്ഷനായി 31 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 16 ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 58 കോടിയോളം രൂപയാണ്. തളപതി വിജയ് നായകനായി വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 5 തിയേറ്ററിലെത്തി നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം അഥവാ ഗോട്ട്. അതേസമയം ഈ ചിത്രത്തിന്റെ കേരള ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ പരാജയമാണ് ചിത്രത്തിന് സംഭവിച്ചിട്ടുള്ളത്. 18 കോടി രൂപയ്ക്ക് കേരള തിയേറ്റർ റൈറ്റ് സ്വന്തമാക്കിയ ഗോകുലം മൂവീസിന് ഫൈനൽ കളക്ഷനായി ഈ സിനിമ നേടിക്കൊടുത്തിട്ടുള്ളത് 13 കോടി 40 ലക്ഷം രൂപ മാത്രമാണ്. അതേസമയം 400 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നിലവിൽ 451 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇതിൽ 215 കോടി രൂപയും തമിഴ്നാട് കളക്ഷൻ മാത്രമാണ്. നിലവിൽ ഈ സിനിമ വേൾഡ് വൈഡ് ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായി 460 കോടി നേടിയെടുക്കാനാണ് സാധ്യത. ഇന്നലെ തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് മെയ്യഴകൻ. ജ്യോതിക, സൂര്യ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമ C. പ്രേംകുമാറാണ് സംവിധാനം ചെയ്തത്. കാർത്തി, അരവിന്ദ് സ്വാമി, രാജ്കിരൺ, ശ്രീദിവ്യ എന്നിവരാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ. ഇന്നലെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ മെയ്യഴകൻ തന്നെയായിരുന്നു. 2 കോടി 80 ലക്ഷം രൂപയാണ് തമിഴ്നാട് കളക്ഷനായി ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തത്. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ 10 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 4 കോടി 50 ലക്ഷത്തോളം രൂപയാണ്. ഇന്നലെ തിയേറ്ററിലെത്തിയ 3 മലയാള സിനിമകളിൽ പോസിറ്റീവ് അഭിപ്രായം നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് ഗുമസ്തൻ മാത്രമാണ്. അമൽ കെ ജോബി സംവിധാനം ചെയ്ത് ബിബിൻ ജോർജ്, ദിലീഷ് പോത്തൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ ക്രൈം ത്രില്ലർ സിനിമയ്ക്ക് ആദ്യ ദിവസം കേരള കളക്ഷനായി ഏകദേശം 12 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്യാനായിട്ടുണ്ട്. നവാഗതനായ സഞ്ജു വി സാമ്പോൾ സംവിധാനം ചെയ്ത് ഇന്നലെ സെപ്റ്റംബർ 27 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കപ്പ് ലവ് ഓൾ പ്ലേ. ബേസിൽ ജോസഫ്, മാത്യു തോമസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഈ സിനിമ നിലവിൽ ആവറേജ് അഭിപ്രായം മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ. ഈ സിനിമ ആദ്യ ദിവസം 10 ലക്ഷത്തിൽ താഴെ കളക്ഷൻ മാത്രമാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത ഹൊറർ ത്രില്ലർ സിനിമയാണ് ചിത്തിനി. ഇന്നലെ സെപ്റ്റംബർ 27 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അമിത് ചക്കാലക്കൽ, വിനയ് ഫോർട്ട് എന്നിവരാണ് പ്രധാന താരങ്ങളായി അഭിനയിച്ചിട്ടുള്ളത്. ഹൊറർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റിയ സിനിമ എന്ന അഭിപ്രായമാണ് ഈ ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ 5 ലക്ഷത്തിൽ താഴെ മാത്രമാണ്. തെലുങ്ക്, തമിഴ്, മലയാളം എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി 8ഓളം സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളാണ് ഈ വീഡിയോ വഴി പങ്കുവച്ചത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.